നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാനുള്ള പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി പൊടിക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ഗ്ലാസ് പൊടിക്ക് 1/4 ഗ്ലാസ് വെള്ളം എന്നതാണ് കേട്ടോ കണക്ക്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചരിപ്പൊടിയാണ് കേട്ടോ ഇത്. അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അത് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ കട്ടകളൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. അത് മറന്നുപോലെ. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവുമേ, അത് കുഴപ്പമില്ല. ഇനി മിക്സീൻ്റെ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നിറച്ചിട്ട് കൊടുക്കണ്ട, കുറച്ച് നമ്മുടെ കുഴച്ച ആ ഒരു മാവില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പത്തിരിപ്പൊടി, വാട്ടാത്ത റോ ആയിട്ടുള്ള പത്തിരിപ്പൊടി അതങ്ങ് ഒരു ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ്ട. ഇതുപോലെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ടിന് തരി ഉണ്ടാവോ, പൊടിക്ക് തരി ഉണ്ടാവോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നല്ല തരിയോട് കൂടിയിട്ടുള്ള പൊടി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ. നാളെ രാവിലെ നമുക്ക് പുട്ടുണ്ടാക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇത് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നനക്കാൻ നല്ല ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിക്കുക ഒന്നുമില്ല. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഞാൻ പുറത്തെടുത്തതാണ്. ഇനി നമ്മൾ സാധാ പുട്ടുപൊടി നനക്കുന്നത് പോലെ അത്രയൊന്നും വെള്ളം വേണ്ട, കാരണം നമ്മളിത് വാട്ടിയെടുത്തിട്ടുള്ളതാണല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കട്ടയൊന്നും പിടിക്കൂല കേട്ടോ. അതിനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് പൊടി അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കാം. പക്ഷെ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പൊടി ഉണ്ടാക്കിയിട്ട് നനക്കാതെ കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കുള്ള പൊടി സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ആ വറുക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് നല്ല വറുത്തരച്ച കടലക്കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പത്തിരിപ്പൊടി വെച്ചിട്ട് ചോറ് വെച്ചിട്ട് ഒക്കെ നമ്മൾ പുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയാൽ ആ ഒരു അതേ സോഫ്റ്റ്നെസ് നമുക്ക് രാത്രിയിലും വരെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. പിന്നെ പുട്ട്, പഴം, പപ്പടം, കടലക്കറി ഇതൊക്കെ ഒരു വികാരമാണല്ലേ. എല്ലാവർക്കും ആ ഒരു വൈബ് ഉണ്ടാവില്ലേ. അപ്പം ഞാനും ഇതാ നമ്മളെ പുട്ടൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. എന്തോ ഒരു കുറവില്ലേ, ഒരു മിസ്സിങ് വേറൊന്നും അല്ല കേട്ടോ. ഒരു കട്ടൻ ചായൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ നല്ല ചൂട് കട്ടനും റെഡിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.